അങ്ങനെ ചുമ്മാ ഒന്നും എടുത്തതല്ല. രഞ്ജിത്ത് സാർ എനിക്കൊരു സീനൊക്കെ തന്ന് അഭിനയിച്ച് കാണിച്ചു തരണം എന്ന് പറഞ്ഞ് അങ്ങനെ ആ സീൻ അഭിനയിച്ച് കാണിച്ചതിന് ശേഷം ദാറ്റ് ഇസ് ഹൗ ഐ ഗോട്ട് ഇൻ ടു ദ മൂവി. ചെയ്ത് കഴിഞ്ഞപ്പോഴും എനിക്ക് ഐ എം വെരി എന്താ പറയുക ഭയങ്കര ഹോപ്പ്ഫുൾ ആണ് ഞാൻ. കാരണം എനിക്ക് ആ സ്ക്രിപ്റ്റ് കേട്ടപ്പം എന്ത് ഫീലിംഗ് ആണോ ഉണ്ടായത്, എന്നെ എത്രത്തോളം അത് ഇൻസ്പയർ ചെയ്തോ അതേപോലൊരു ഫീലിംഗ് ആയിരിക്കും സിനിമ കണ്ടുവരുന്ന ഓഡിയൻസിനും ഉണ്ടാവാന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം സ്പെഷ്യലി ഏബിൾഡ് ആയ ഒരാളുടെ ക്യാരക്ടറാണ് ഉണ്ണി ചെയ്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുള്ളായ ഉണ്ണി ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്കൊന്ന് ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു 12-13 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോഴാണ് ഞാൻ ഉണ്ണിനെ വീൽ ചെയറിൽ അന്നാണ് കാണുന്നത്. അപ്പോൾ വീൽ ചെയറിൽ കാണുമ്പം ആ ഷോട്ടിന് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഹി വാസ് ടൈയിങ് അപ്പ് ഹിസ് ലെഗ്സ്. കാരണം ആ ഇതിലിരിക്കുമ്പോൾ ലെഗ്സ് മൂവ് ചെയ്യരുത്, ഒട്ടും അനങ്ങരുത് എന്നുള്ളത് കൊണ്ട് അത് കാല് രണ്ടും കെട്ടിവെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പം ഡയറക്ടറിൻ്റെ അടുത്ത് എന്ത് സജഷൻ ചോദിക്കണമെങ്കിലും അല്ലെങ്കിൽ എന്ത് സംസാരിക്കണമെങ്കിലും യൂസ് ടു ഗോ ഇൻ ദ വീൽ ചെയർ. അപ്പം അത് എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് അത്രയും റിയാലിറ്റി